എളമക്കരയിൽ അമ്മയുടെയും കാമുകിൻ്റെയും ക്രൂരമർദ്ദനത്തിനെ തുടർന്ന് കൊല്ലപ്പെട്ട 1.5 മാസം പ്രായമായ കുഞ്ഞിൻ്റെ സംസ്കാരം നടന്നു. പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പിതാവും ബന്ധുക്കളും തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് പോലീസ് മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിച്ചത്. ഈ മാസം 3-നാണ് അമ്മ അശ്വതിയുടെ കാമുകനായ ഷാനിഫ് കാൽ മുട്ടുകൊണ്ട് കുഞ്ഞിന്റെ തലയിൽ ഇടിപ്പിച്ചു കൊലപ്പെടുത്തിയത്. കുഞ്ഞിന്റെ മരണം ഉറപ്പാക്കുന്നതിനായി ശരീരത്തിൽ കടിച്ചു നോക്കിയെന്നുള്ള വിവരവും ഷാനിഫ് ചോദ്യം ചെയ്യലിനൂടെ തുറന്നു പറഞ്ഞിരുന്നു. അശ്വതിക്ക് മറ്റൊരു ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെയാണ് ഇരുവരും ചേർന്ന് ക്രൂരമായി കൊന്നത്. ഷാനിഫുമായുള്ള ബന്ധത്തിൽ കുട്ടി ബാധ്യതയാകാതിരിക്കാനാണ് കൊല നടത്തിയതെന്നും ഇവർ മൊഴിയിലൂടെ പറഞ്ഞിരുന്നു. എന്നാൽ ആ പിഞ്ചു കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് പോലും ആരും പങ്കെടുത്തില്ല എന്നത് വേദനാജനകമാണ്. അവനെ അവസാനമായി യാത്രയാക്കാൻ ആരും എത്തിയില്ല. ഇതിൽ ആരോരുമില്ലാത്ത ആ പിഞ്ചോമനെ യാത്രയാക്കാൻ പോലീസുകാർ തന്നെ തുനിഞ്ഞിറങ്ങുകയായിരുന്നു. പോലീസുകാരുടെ നേതൃത്വത്തിൽ വളരെ നന്നായി തന്നെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഒന്നും അറിയാത്ത പിഞ്ചോമന ഈ ഭൂമിയിൽ ജനിച്ചു എന്നത് മാത്രമാണോ അത് ചെയ്ത തെറ്റ്? ഒന്നും അറിയാത്ത പ്രായത്തിൽ അമ്മയുടെയും കാമുകൻ്റെയും സുഖത്തിനു വേണ്ടി തൻ്റെ ജീവൻ തന്നെ ബലിയാടാക്കേണ്ടി വന്ന പിഞ്ചോമന. ഒടുവിൽ ആ കുഞ്ഞിനെ ഒന്ന് യാത്രയാക്കാൻ പോലും ഒരു പരിതാപത്തിൻ്റെ പേരിലെങ്കിലും, അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനോടുള്ള കരുണ എന്നോണം പോലും ആരും എത്തിയില്ല. അവൻ ഒറ്റയ്ക്ക് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ക്രൂരമർദ്ദനങ്ങൾക്കൊടുവിൽ അവൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ 1000 പേർ, 1,00,000 പേരോളം അവന് വേണ്ടി കരയുന്നുണ്ടാവും. കേരളത്തിലുള്ള ജനങ്ങൾ എല്ലാവരും തന്നെ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.